ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന കേരള PSC ഡിഗ്രി ലെവൽ പരീക്ഷകൾ മെയ് 22-ാം തീയതി നടക്കാൻ പോവുകയാണ്. ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഉദ്യോഗാർത്ഥികളെ ഏറ്റവും കൃത്യമായി തയ്യാറെടുപ്പിക്കാൻ KS മെന്ററിന്റെ റെഗുലർ ബാച്ചുകൾ ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ KS മെന്ററിലേക്ക് വിളിക്കുന്ന ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികളും സമയത്തിന് പ്രശ്നമുള്ളതിനാൽ ഒരു റെക്കോർഡഡ് ക്ലാസ് ആവശ്യപ്പെടുകയാണ്. ഇത്തരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ കോഴ്സ് KS മെന്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നു. 320 മണിക്കൂറുകളുടെ റെക്കോർഡഡ് ക്ലാസുകൾ ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അതോടൊപ്പം ഡെയിലി, വീക്ക്ലി, മന്ത്ലി ടെസ്റ്റുകളും പരീക്ഷയോടടുപ്പിച്ച് 5 മോക്ക് ടെസ്റ്റുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ കോഴ്സ് കൃത്യമായി ഫോളോ ചെയ്താൽ കേരള PSCയുടെ ഒന്നാമത്തെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷനിലെ ഉന്നത വിജയം നിങ്ങൾക്ക് സ്വന്തമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ വിളിച്ച് ഞങ്ങളുടെ ഓഫീസുമായി ബന്ധപ്പെടുക. ഹലോ ആൻഡ് വെൽക്കം ടു KS മെന്റർ. ഇന്ന് നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ഡിഗ്രി സിലബസിൽ പറയുന്ന പോർഷനിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമ്മുടെ സിലബസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 5 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഹാർഡ്വെയർ, പിന്നെ സോഫ്റ്റ്വെയർ, പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ഇൻ്റർനെറ്റ്, പിന്നെ സൈബർ ലോസും IT റിലേറ്റ് ചെയ്ത കുറച്ച് പോർഷൻസ് ആണ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഒരു 5 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഒരു ക്വസ്റ്റ്യൻ ഒരു 10 ക്വസ്റ്റ്യനോളം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ ടോപ്പിക്കിൽ നിന്നും ഒരു 2 ക്വസ്റ്റ്യൻ വെച്ച് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നമ്മൾ ഇന്നിപ്പോൾ ഹാർഡ്വെയർ എന്ന പോർഷനിൽ ചോദിച്ച പഴയ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഹാർഡ്വെയറിൽ തന്നെ ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, പിന്നെ മെമ്മറി ഡിവൈസസ്, ഇങ്ങനെ 3 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ PSC ലെവലിൽ നമ്മൾ അറിയേണ്ടത് ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്, അതിൻ്റെ പേരെന്താണ്, അതിൻ്റെ ഉപയോഗം എന്താണ്, ഔട്ട്പുട്ട് ഡിവൈസസ് ഏതാണ്, താഴെ പറയുന്നതിൽ ഏതാണ് ഔട്ട്പുട്ട് ഡിവൈസ്, ഏതാണ് ഇൻപുട്ട് ഡിവൈസ് എന്ന രീതിയിലുള്ള തിരിച്ചറിവ് ഉണ്ടാവണം. അതിൻ്റെ ബേസിക് ഫംഗ്ഷൻ എന്താണെന്ന് അറിയണം. പിന്നെ മെമ്മറി ഡിവൈസസിൽ നമ്മൾ ഏതൊക്കെയാണ് മെമ്മറി ഡിവൈസസ്, അതിൻ്റെ തരംതിരിവ് എന്തൊക്കെയാണ്, അതിൻ്റെ ഓരോ ഫംഗ്ഷൻസ് എന്താണ്, ഈ ഒരു ലെവലിലുള്ള അറിവാണ് നമുക്കിതിൽ വേണ്ടത്. നമുക്ക് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ബേസിക് ലെവൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ കമ്പ്യൂട്ടർ കൺസിസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ, CPU, മെമ്മറി, ഇൻപുട്ട്, ഔട്ട്പുട്ട് യൂണിറ്റ്, ഓൾ ഓഫ് ദി എബവ്. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് നമുക്ക് അറിയാം, ഓൾ ഓഫ് ദി എബവ് ആണ്. അപ്പോൾ ഇതിൽ ബേസിക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇട്ടത്. അപ്പോൾ ഇതിൽ CPU എന്ന് പറയുന്നതിൻ്റെ അകത്ത് വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യം നമുക്കറിയാം, ഇൻപുട്ട് യൂണിറ്റ്സിലൂടെയാണ് നമ്മൾ ഡേറ്റ സിസ്റ്റത്തിനകത്തേക്ക് കൊടുക്കുന്നത്. ഇൻപുട്ട്സ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ കീബോർഡ്, മൗസ് തുടങ്ങിയതാണ് ഇൻപുട്ട് യൂണിറ്റ്സ്. അതുവഴി നമ്മൾ ഡേറ്റ അകത്തേക്ക് കൊടുക്കുന്നു. അത് ഇൻറ്റേർണലി ചെന്ന് പ്രൊസസ്സറിൻ്റെ അകത്ത് ചെല്ലുന്നു. അപ്പോൾ ഈ പ്രൊസസ്സറൊക്കെ ഇരിക്കുന്ന ആ ഭാഗത്തിന് നമ്മൾ CPU അല്ലെങ്കിൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നു. അതിൻ്റെ അകത്ത് 2 ഭാഗങ്ങളാണ്, മേജറായിട്ട് 2 ഭാഗങ്ങളാണ്. ഒന്ന് ALUയും പിന്നെ കൺട്രോൾ യൂണിറ്റും. ALU എന്ന് പറയുന്ന ലോജിക് യൂണിറ്റ് ആണ്. ALU എന്ന് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ആണ് ALU എന്ന് പറയുന്നത്. കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്ന വേറൊരു ഭാഗമുണ്ട്, അതിന് വേറെ ഫംഗ്ഷൻസ് ആണ്. ഇതിന് രണ്ടിനെയും കൂടെ ചേർത്ത് അല്ലെങ്കിൽ മേജറലി ഉള്ള 2 ഭാഗങ്ങളാണ് ALUയും കൺട്രോൾ യൂണിറ്റ്. ഇതുകൂടാതെ മറ്റ് ഭാഗങ്ങളും ഉണ്ട്. ഇതിൽ മേജർലി ഈ 2 ഭാഗങ്ങളാണ് CPU-നകത്തുള്ളത്. ഇതുകൂടാതെ മെമ്മറി ഭാഗങ്ങളുണ്ട്. പിന്നെ ഇതിലൂടെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡേറ്റ നമ്മൾ ഔട്ട്പുട്ട് യൂണിറ്റ്സിലൂടെ മേ ബി പ്രിൻ്റർ അല്ലെങ്കിൽ മോണിറ്റർ, ഇതിലൂടെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നു. ഇതാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിവൈസസ് എന്തൊക്കെയാണെന്നൊരു ഐഡിയ ആണ്, ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമുക്ക് വേണ്ടത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നമുക്ക് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ബ്രെയിൻ ഓഫ് എനി കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് മെമ്മറി, പെരിഫറൽ യൂണിറ്റ്, CPU, കൺട്രോൾ യൂണിറ്റ്. ഇതൊരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ബ്രെയിൻ ഓഫ് എനി കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന കറക്റ്റ് ഉത്തരം CPU ആണ്. ബ്രെയിൻ ഓഫ് എനി കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് CPU ആണ്. CPU നേരത്തെ പറഞ്ഞ പോലെ ALUയും പിന്നെ കൺട്രോൾ യൂണിറ്റും ചേർന്നിട്ടുള്ള ഒരു യൂണിറ്റാണ് CPU. അതിന് പ്രൊസസ്സർ എന്ന് നമ്മൾ ജനറലി പറയും. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് CPU എന്നാണ് നമ്മൾ ടെക്നിക്കലി പറയുന്നത്. അത് ഒരു ചിപ്പായിട്ടാണ് മദർ ബോർഡിൽ വെച്ചിരിക്കുന്നത്. അതിൽ നമ്മൾക്ക് Intel പ്രീമിയം അല്ലെങ്കിൽ Intel 7 എന്നൊക്കെ എഴുതിയിട്ടുള്ള ആ ഒരു ചിപ്പിനെയാണ് നമ്മൾ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ CPU എന്ന് പറയുന്നത്. ഇതിനെ തന്നെയാണ് നമ്മൾ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് നമ്മൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ കറക്റ്റ് ഉത്തരം CPU ആണ്. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. വാട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദ കൺട്രോൾ യൂണിറ്റ് ഇൻ CPU എന്ന ആ പർട്ടിക്കുലർ പാർട്ടിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ CPU-യിലുള്ള ഫംഗ്ഷൻസ് ഒന്ന് ബേസിക് ആയിട്ടൊന്ന് പറയാം. അപ്പോൾ നമ്മൾ മെയിൻ മെമ്മറിയിലുള്ള ഡേറ്റ ഇവിടെ നിന്ന് എടുത്ത് നമ്മൾ CPU-നകത്തേക്ക് കൊണ്ടുപോകുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. അവിടെ കൊണ്ടുപോയതിന് ശേഷം അവിടെ നിന്ന് ഇൻസ്ട്രക്ഷൻസ് ആയിട്ടുള്ള ഡേറ്റാസിനെ നമ്മൾ കമാൻഡായിട്ട് മാറ്റുന്നു. ആ കമാൻഡിനെ ഫർദർ ALU എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇതിൽ നടക്കുന്നത്. ഫർദർ ആ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഫർദർ വന്ന ഡേറ്റ തിരിച്ച് മെമ്മറിയിലേക്ക് പോകുന്നു. അത് ഫർദർ ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് പോകുന്നു. ഇതാണ് ആ CPU-നകത്ത് നടക്കുന്ന ആ ഒരു ബേസിക് ഇവൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ എന്താണ്, കൺട്രോൾ യൂണിറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണ്. ഇപ്പോൾ നമുക്ക് നോക്കാം. A ഓപ്ഷൻ എന്ന് പറയുന്നത് ടു ട്രാൻസ്ഫർ ഡേറ്റ ടു പ്രൈമറി സ്റ്റോറേജ്. മെമ്മറി ആണ് ഉദ്ദേശിക്കുന്നതിൽ അതിലേക്ക് മാറ്റാനാണ് എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ. അത് തെറ്റാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ടു സ്റ്റോർ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യാനാണോ? അല്ല, അത് മെമ്മറിയുടെ ഫംഗ്ഷനാണ്. അപ്പോൾ അതല്ല.
മൂന്നാമത്തെ ടു പെർഫോം ലോജിക് ഫംഗ്ഷൻസ് പെർഫോം ചെയ്യുന്നത് ALU ആണെന്ന് പറഞ്ഞു, അതുമല്ല അപ്പോൾ ഉത്തരം. നാലാമത്തെ ഓപ്ഷൻ നോക്കാം, ടു ഡീകോഡ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ അതാണ് കറക്റ്റ് ഉത്തരം. നമ്മൾ മെയിൻ മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യുന്നു, പിന്നെ ഇവിടെ ഡീകോഡ് ചെയ്ത് അത് കമാൻഡ് ഫോമിലേക്ക് മാറ്റുന്നു, മെഷീൻ റീഡബിൾ ഫോമിൽ മാറ്റി അത് കൺട്രോൾ യൂണിറ്റിൽ നിന്ന് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ കൺട്രോൾ യൂണിറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു ഡീകോഡ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ. അപ്പോൾ അതാണ് അതിൽ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻപുട്ട് ഡിവൈസ് ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം. താഴെ പറയുന്നതിൽ ഏതാണ് ഇൻപുട്ട് ഡിവൈസ് അല്ലാത്തത്? ചില ക്വസ്റ്റ്യൻ താഴെ പറയുന്നതിൽ ഏതാണ് ഇൻപുട്ട് ഡിവൈസ്, ഏതാണ് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന രീതിയിലാണ് സ്ഥിരം നമുക്ക് ചോദിക്കാറുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ നോട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. നമ്മൾ ആ പരീക്ഷയുടെ പ്രശ്നത്തിൽ ആ വായിക്കുമ്പോഴത്തേനും ശ്രദ്ധിച്ച് വായിക്കുക. ഇത് ശ്രദ്ധിക്കാതെ വായിക്കുകയാണെങ്കിൽ നമ്മൾ താഴെ പറഞ്ഞതിൽ ഏതാണ് ഇൻപുട്ട് ഡിവൈസ് എന്ന് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്, അത് ചിലപ്പോൾ നമ്മൾ ശരി ഉത്തരമായിട്ട് മാർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് വായിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ താഴെ പറയുന്നതിൽ ഏതാണ് ഇൻപുട്ട് ഡിവൈസ് അല്ലാത്തത്. കീബോർഡ് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്, മൗസ് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്, പ്രിൻ്റർ ആക്ച്വലി ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്, അതുകൊണ്ട് പ്രിൻ്ററാണ് ഇതിൽ ശരിയായിട്ട് ഉത്തരം എന്ന് പറയുന്നത്. മൈക്രോഫോണും ഒരു ഇൻപുട്ട് ഡിവൈസ് തന്നെയാണ്. അപ്പോൾ ഇതിൽ ശരി ഉത്തരം സി ഓപ്ഷൻ, പ്രിൻ്ററാണ്. അപ്പോൾ നമുക്ക് ഇൻപുട്ട് ഡിവൈസസ് നമുക്ക് ഓവറോൾ ഒന്ന് ഓടിച്ച് നോക്കാം. മൗസ്, കീബോർഡ് നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നതാണ് മൗസും കീബോർഡും. അപ്പോൾ ഇതിൽ നിന്ന് ഇതിൻ്റെ ഇൻവെൻറ്റേഴ്സ് ആരാണെന്ന് ചോദിക്കാറുണ്ട്. മൗസ് കണ്ടുപിടിച്ചത് ഡഗ്ലസ് എയ്ഞ്ചൽബർട്ട് ആണ് മൗസ് കണ്ടുപിടിച്ചത്. കീബോർഡ് കണ്ടുപിടിച്ച ആരാണെന്നും വേണമെങ്കിൽ ചോദിക്കാം. കീബോർഡ് കണ്ടുപിടിച്ചത് ക്രിസ്റ്റഫർ ഷോൾസ് ആണ് കീബോർഡ് കണ്ടുപിടിച്ചത്. ഇത് രണ്ടും നമുക്കറിയാവുന്ന ഇൻപുട്ട് ഡിവൈസ് ആണ്. മൈക്രോഫോൺ നമുക്കറിയാം, വെബ് ക്യാമറ നമുക്കറിയാം. ടച്ച് പാഡ് എന്ന് പറയുന്നത് ലാപ്ടോപ്പിൽ കർസർ മൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ടച്ച് പാഡ്. ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലിലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ടച്ച് സ്ക്രീനാണ്. ടച്ച് സ്ക്രീനുള്ള ലാപ്ടോപ്പും ഉണ്ട്. അത് ഇൻപുട്ട് ഡിവൈസ് ആണ് ടച്ച് സ്ക്രീൻ ആക്ച്വലി ഒരു ഔട്ട്പുട്ട് ഡിവൈസും കൂടിയാണ്. നമ്മൾ നമ്മുടെ ഔട്ട്പുട്ട് നമ്മൾ കാണുന്നത് ആ സ്ക്രീനിൽ കൂടെ തന്നെയാണ്. അങ്ങനെ വേണമെങ്കിൽ നമുക്കതിനെ വിചാരിക്കാം. പിന്നെ സ്കെച്ച് പാഡ് എന്ന് പറയുന്നത് നമുക്ക് വരയ്ക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പാഡാണ്, ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. സ്റ്റൈലസ് എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു പേനയാണ്. ആ പേന നമുക്ക് സ്ക്രീനിലൂടെ വരയ്ക്കാനും എല്ലാം യൂസ് ചെയ്യുന്ന പേനയാണ്. അതൊരു ഇൻപുട്ട് ഡിവൈസ് ആണ് സ്റ്റൈലസ് എന്ന് പറയുന്നത്. ലൈറ്റ് പെൻ എന്ന് പറയുന്നത് കാഥോഡ് റേ ട്യൂബിലൂടെ നമ്മൾ പണ്ട് മോണിറ്ററൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ വരയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ ലൈറ്റ് പെൻ എന്ന് പറയുന്നത്. പഴയ ടെക്നോളജിയിൽ യൂസ് ചെയ്തിരുന്നതാണ്. അതൊരു ഇൻപുട്ട് ഡിവൈസ് ആണെന്ന് നമ്മൾ ഓർത്തിരിക്കുക. ജോയ്സ്റ്റിക്ക് നമുക്കറിയാം, ഗെയിം കളിക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ജോയ്സ്റ്റിക്ക് എന്ന് പറയുന്നത്. ട്രാക്ക് ബോൾ എന്ന് പറയുന്നത് മൗസിൻ്റെ മറ്റൊരു ഫോമാണ്. ട്രാക്ക് ബോൾ എന്ന് പറയുന്നത് മൗസിൻ്റെ മേളിൽ തന്നെ ഒരു സ്ഫെറിക്കലായിട്ടുള്ള ഒരു ഗോളം ഉണ്ടാവും. അതിനകത്ത് അതിൻ്റെ മേളിൽ കൂടെ നമ്മൾ ഫിംഗേഴ്സ് ഇങ്ങനെ മാറ്റുവാണെങ്കിൽ നമ്മൾ കേഴ്സർ അതിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് നടക്കും. അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മൗസിൻ്റെ മറ്റൊരു ഫോമാണ് ട്രാക്ക് ബോൾ എന്ന് പറയുന്നത്. അതൊരു ഇൻപുട്ട് ഡിവൈസ് ആണ്. പിന്നെ സ്കാനർ നമുക്കറിയാം, നമ്മുടെ ഒരു ഷീറ്റ് പേപ്പർ ഇടുവാണെങ്കിൽ അത് സ്കാൻ ചെയ്ത് അതുപോലെ സിസ്റ്റത്തിലേക്ക് എടുക്കും. ആ സ്കാൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് സ്കാനർ. പിന്നെ ബാർകോഡ് റീഡർ എന്ന് പറയുന്നത് വളരെയധികം കൊമേഴ്ഷ്യൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ബാർകോഡ് റീഡർ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരുപാട് ഗുഡ്സ് ഒരു ലോറിയിൽ കയറ്റിക്കൊണ്ട് പോകുകയാണെങ്കിൽ അതിൻ്റെ മുകളിലെല്ലാം ഒരു ബാർകോഡ്സ് ഉണ്ടാവും. ആ ബാർകോഡ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് അത് എന്ത് ഗുഡാണ് അല്ലെങ്കിൽ എവിടെ എത്തി, RFID കോഡൊക്കെ നമ്മൾ ആ ബാർ കോഡ് വെച്ചിട്ടാണ് നമ്മളത് തിരിച്ചറിയുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഡ്സ് ആയിരിക്കും. ആ കോഡിനെ റീഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ബാർകോഡ് റീഡർ എന്ന് പറയുന്നത്. ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. പിന്നെ ബയോമെട്രിക് ഡിവൈസസ് എന്ന് പറയുന്നത് നമ്മുടെ ബയോമെട്രിക് ക്യാരക്ടേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്, അതുപോലെ നമ്മുടെ ഐറിസ് സ്കാനർ, ഇതിനെല്ലാം ഐറിസിനെ തിരിച്ചറിയുന്നതാണ് ഐറിസ് സ്കാനർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ബയോമെട്രിക് ഡിവൈസസിൽ വരും. ഇതെല്ലാം ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. നമ്മുടെ ഇൻഫർമേഷനെ കമ്പ്യൂട്ടറിനകത്തേക്ക് കയറ്റുന്ന ഡിവൈസസ് ആണ് ഇൻപുട്ട് ഡിവൈസസ്. അപ്പോൾ ഇതെല്ലാം ബയോമെട്രിക് ഡിവൈസസ് എല്ലാം ഇൻപുട്ട് ഡിവൈസസ് ആണ്. പിന്നെ വരുന്നത് OCR, OMR. OCRൻ്റെ ഫുൾ ഫോം അബ്രിവേഷൻ അങ്ങനെ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. OCR എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ ആണ് OCR എന്ന് പറയുന്നത്. നമ്മൾ സ്കാനർ പോലെ തന്നെ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് OCR എന്ന് പറയുന്നത്. സ്കാനറിനേക്കാളും ഇതിനുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ സ്കാനർ സ്കാൻ ചെയ്യുന്നത് പോലെ ഇത് സ്കാൻ ചെയ്തെടുക്കും. പക്ഷേ ക്യാരക്ടർ വൈസ് ഓരോന്നായിട്ട് നമുക്ക് അതിനെ ഫീഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് സ്കാൻ ചെയ്ത ഒരു ഡോക്യുമെൻറ്റ് നമുക്ക് ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് ഇച്ചിരി പ്രയാസമുണ്ട്. അതേസമയത്ത് OCR അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ ഉപയോഗിച്ച് സ്കാൻ ചെയ്ത ഒരു ഡോക്യുമെൻറ്റിന് നമുക്കതിനെ എഡിറ്റ് ചെയ്യാം. നമുക്കതിൽ ലെറ്റേഴ്സ് വേണമെങ്കിൽ വേറെ ഫോണ്ടാക്കാം, അല്ലെങ്കിൽ കുത്ത് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, അതിൻ്റെ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഫർദർ OCR ഉപയോഗിച്ച് സ്കാൻ ചെയ്ത ഒരു മാറ്റർ നമുക്ക് പിന്നെ അതിനെ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതാണ് OCR എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് OMR, ഒപ്റ്റിക്കൽ മാർക്ക് റീഡറാണ് OMR. PSCക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ് OMR എന്ന് പറയുന്നത്. നമ്മൾ OMR മാർക്ക് ഷീറ്റിലാണ് നമ്മൾ PSC പരീക്ഷ നമ്മൾ കറുപ്പിച്ച് കൊടുക്കുന്നത്. അതിനെ റീഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെഷീനെയാണ് OMR റീഡർ എന്ന് പറയുന്നത്. ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്നാണ് അതിൻ്റെ പേര്. ഇത് സ്ഥിരം PSCക്ക് പല രീതിയിലൊക്കെ പല ചോദ്യങ്ങളായിട്ട് വരുന്നതാണ് ഈ OMR റീഡറിനെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. പിന്നെ MICR, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡറാണ് MICR. ഇതും അബ്രിവേഷനിൽ നമ്മൾ ഓർത്തിരിക്കുക, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ. ആ ഇങ്ക് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്
മാഗ്നറ്റിക് ഇങ്ക് ഉപയോഗിച്ചാണ് അത് പ്രവർത്തിക്കുന്നത്. അതിനെ ഡിറ്റക്റ്റ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ. അത് ഏറ്റവും കൂടുതൽ ജനറൽ യൂസ് ചെയ്യുന്ന ബാങ്കുകളിലാണ്. ബാങ്കുകളിലെ ചെക്കിലെല്ലാം അതിനെ തിരിച്ചറിയാനായിട്ട് മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡേഴ്സ് ഉണ്ട് ബാങ്കിൽ. അപ്പോൾ നമ്മളത് എൻ്റർ ചെയ്യുമ്പോഴത്തേനും അതിനെ ഐഡൻറ്റിഫൈ അതിൻ്റെ ചെക്ക് നമ്പർ ആണെങ്കിലും അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ആണെങ്കിലും അത് ഫേക്ക് ആണോ ഒറിജിനൽ ആണോ എന്ന് തിരിച്ചറിയാനായിട്ട് ആ മാഗ്നറ്റിക് ഇങ്ക് ഉപയോഗിച്ച് അതിനെ ഡിറ്റക്ട് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ എന്ന് പറയുന്നത്. അതും ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് എന്ന് നമ്മൾ ഓർത്തിരിക്കുക. ഇൻപുട്ട് ഡിവൈസിൽ ചോദിച്ച ഒരു ചോദ്യമാണ് ഡാഷ് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ് കോമൺലി അവൈലബിൾ ഇൻ ലാപ്ടോപ്സ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഓപ്ഷൻസ് നോക്കാം. ഇപ്പോൾ ട്രാക്ക് ബോൾ, ടച്ച് പാഡ്, ടച്ച് സ്ക്രീൻ, ജോയ് സ്റ്റിക്ക്. അപ്പോൾ ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ടച്ച് പാഡാണ്. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ട്രാക്ക് ബോൾ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്, ടച്ച് പാഡ് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്, ടച്ച് സ്ക്രീൻ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്, ജോയ് സ്റ്റിക്ക് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. പക്ഷേ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ വിച്ച് ഇൻപുട്ട് ഡിവൈസ് കോമൺലി അവൈലബിൾ ഇൻ ലാപ്ടോപ്സ്. ആ കോമൺലി എന്ന പദം നമ്മൾ ഉപയോഗിച്ചത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ അതിന് ടച്ച് പാഡ് എന്ന് നമുക്കതിന് പറയാം. ആക്ച്വലി ഇതെല്ലാം ഒരു ഇൻപുട്ട് ഡിവൈസ് തന്നെയാണ്. ഇതിലെ ബെസ്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ടച്ച് പാഡാണ് ഇതിലെ ബെസ്റ്റ് ആൻസർ. അപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് ടച്ച് പാഡ് നമുക്കതിൽ. അടുത്തൊരു ചോദ്യം നോക്കാം. കോഡ്സ് കൺസിസ്റ്റിംഗ് ഓഫ് ലൈറ്റ് ആൻഡ് ഡാർക്ക് മാർക്സ് ഓഫ് വേരിയസ് തിക്നെസ് വിച്ച് മേ ബി ഒപ്റ്റിക്കലി റെഡ് ഈസ് നോൺ ആസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒപ്റ്റിക്കൽ മാർക്ക് റീഡറിൻ്റെ കാര്യമാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എന്തിനെയാണ് റീഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഓപ്ഷൻ ഓപ്പറാൻഡ്, ബാർകോഡ്, ഡീകോഡർ, ഓപ്പ് കോഡ്. ഇതിലെ ബാർകോഡിനെയാണ് ഇത് റീഡ് ചെയ്യുന്നത്. ബാർകോഡിനെ റീഡ് ചെയ്യുന്നതാണ് ഒപ്റ്റിക്കൽ കോഡ് റീഡർ എന്ന് പറയുന്നത്. അതിന് എന്താണ് എന്നെ റീഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ കാണിച്ചിരിക്കുന്ന കറുപ്പും വെളുപ്പും ചേർന്ന ആ വരേനെയാണ് ബാർകോഡ് എന്ന് പറയുന്നത്. അതിനെ റീഡ് ചെയ്യുന്ന മെഷീനെയാണ് ഒപ്റ്റിക്കൽ കോഡ് റീഡർ എന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം. ഇത് ഒത്തിരി തവണ ചോദിച്ചൊരു ചോദ്യമാണ്. an optical input device that interprets pencil marks on paper media is. നമ്മുടെ പരീക്ഷാ പേപ്പർ റീഡ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ടേപ്പ്, പഞ്ച് കാർഡ് റീഡർ, ഒപ്റ്റിക്കൽ സ്കാനേഴ്സ്, OMR. OMR ആണ് ഇതിൻ്റെ കറക്റ്റ് ഉത്തരം. ഒപ്റ്റിക്കൽ മാർക്ക് റീഡറാണ്. ഇതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. ഇത് ഒരുപാട് പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതാണ്. നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് ഓർത്ത് വെക്കുക. ഒപ്റ്റിക്കൽ മാർക്ക് റീഡറാണ് OMR എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇതുപോലെ ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ്. എ പ്രിൻ്റർ ഈസ് കൈൻഡ് ഓഫ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് ഇൻപുട്ട്, വേർഡ് പ്രോസസ്സിംഗ്, ഔട്ട്പുട്ട്. പ്രിൻ്റർ എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് കൈൻഡ് ഓഫ് ഡിവൈസ് ആണ്. ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പ്രിൻ്റർ. ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിന് ചോദിച്ചാണ്. BDOയിൽ ചോദിച്ച ചോദ്യമാണ്. അതായത് ഡിഗ്രി ലെവൽ എക്സാമിന് വളരെ ബേസിക് ലെവലുള്ള ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസസ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഓടിച്ച് പറയാം. മോണിറ്റർ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നതാണ്. മോണിറ്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ്. ഹെഡ്ഫോൺ നമുക്കറിയാം ഔട്ട്പുട്ട് ഡിവൈസാണ്. സ്പീക്കർ ഒരു ഔട്ട്പുട്ട് നമ്മൾ സൗണ്ട് കേൾക്കുന്ന ഡിവൈസാണ്. പ്രിൻ്റർ നമുക്ക് പുറത്ത് പ്രിൻ്റ് കിട്ടുന്നു, അതൊരു ഔട്ട്പുട്ട് ഡിവൈസാണ്. പ്രൊജക്ടർ എന്ന് പറയുന്നത് നമ്മൾ ലൈറ്റ് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഒരു ഇമേജിനെ നമുക്ക് വലുതാക്കി കാണാൻ പറ്റുന്നത്, അതൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നതാണ്. പ്രൊജക്ടർ ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ്. പ്രധാനമായിട്ട് ഓർക്കേണ്ടത് പ്ലോട്ടർ നമ്മൾ അധികം യൂസ് ചെയ്യുന്ന ഒരു സാധനമല്ല. പ്ലോട്ടർ എന്ന് പറയുന്നത് പ്രിൻ്റർ പോലെ തന്നെ ഉള്ളൊരു ഡിവൈസാണ്. പ്രിൻ്റർ ചെയ്യുന്ന മെക്കാനിസത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അത് പ്രിൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്ലോട്ടർ എന്ന് പറയുന്നത്. അത് ലൈൻ ആയിട്ടാണ് അതിൽ ആ ഒരു പ്രിൻ്റ് ഔട്ട് വരുന്നത്. ഒരു ഗ്രാഫിക്കൽ ഡ്രോയിങ്ങിനൊക്കെ അത് യൂസ് ചെയ്യുന്നത് പ്ലോട്ടറിനെയാണ്. അപ്പോൾ പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ് എന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ട ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചില ഇൻസ്ട്രുമെൻറ്റ്സ് രണ്ടിലും പെടുത്താം. ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും പെടുത്താവുന്ന ചില ഡിവൈസ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. നമ്മൾ ഹെഡ്സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് കേൾക്കാനും നമുക്ക് യൂസ് ചെയ്യും, നമ്മൾ പുറത്ത് സംസാരിക്കാനും യൂസ് ചെയ്യും. അപ്പോൾ അതൊരു ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും രണ്ടിലും പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് അകത്തോട്ട് കൊടുക്കാൻ അതുപോലെ ആ സ്ക്രീനിൽ കൂടിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിന് ഒരു ഇൻപുട്ടും ഔട്ട്പുട്ട് ഡിവൈസ് ആണെന്ന് പറയാം. ഫാക്സ് മെഷീൻ എന്ന് പറയുന്നത് അകത്തോട്ട് നമ്മൾ മെസ്സേജ് അയക്കുന്നു, തിരിച്ച് ഫാക്സ് മെസ്സേജ് തിരിച്ച് കിട്ടുന്നു. രണ്ട് ടു വേ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. അത് ഒരു ഔട്ട്പുട്ടും ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയാം. പിന്നെ മോഡം അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഡിവൈസസ് എല്ലാം അതെന്ന് പറയുന്നത് നമ്മളൊരു ഡേറ്റ അപ്ലോഡ് ചെയ്യാനും അതിന് ഡൗൺലോഡ് ചെയ്യാനും നമ്മൾ ഈ മോഡം അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഡിവൈസസിൻ്റെ സഹായം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതൊരു ഇൻപുട്ട് ഡിവൈസ് എന്നും ഔട്ട്പുട്ട് ഡിവൈസ് എന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ പെൻ ഡ്രൈവ്, CD ഇതെല്ലാം നമുക്ക് ഒരു ഡേറ്റ കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്യാനും അതുപോലെ തിരിച്ച് റൈറ്റ് ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ കോപ്പി ചെയ്തെടുക്കാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതുമെല്ലാം നമുക്ക് ഒരു ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് കംപ്ലീറ്റ് ആയിട്ട് തരംതിരിക്കാൻ പറ്റത്തില്ല. രണ്ടിലും ഉൾപ്പെടുന്ന കുറച്ച് ഡിവൈസസ് ആണ്. അപ്പോൾ മെമ്മറി ഡിവൈസിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അതൊരു ചോദ്യം എന്ന് പറയുന്നത് പ്രൈമറി സ്റ്റോറേജ് ഈസ് റെഫേർഡ് ടു ആസ് RAM ആണോ, ROM ആണോ, കെഷെ മെമ്മറി ആണോ, RAN ആണോ? അപ്പോൾ മെമ്മറി ഡിവൈസസിൽ ചോദിക്കുന്നത് ഇതാണ്. പ്രൈമറി മെമ്മറി എന്താണ്, സെക്കൻഡറി മെമ്മറി എന്താണ്, അതിൽ വരുന്നത് ഏതാണ്, ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ മെമ്മറി മനസ്സിലാക്കാനായിട്ട് ഫസ്റ്റ് മെമ്മറി ഏരിയാസ് PC-യിൽ എവിടെയാണ് വരുന്നതെന്നൊന്ന് പറയാം. അപ്പോൾ മെമ്മറി ഏരിയാസ് എന്ന് പറയുന്നത് ഇതിലിപ്പോൾ മദർ ബോർഡ് എന്ന് പറയുന്ന ഏരിയയിലാണ് നമുക്ക് ചിപ്പായിട്ട് നമുക്കിപ്പോൾ ഈ റാൻഡം ആക്സസ് മെമ്മറിയും അത് പ്രൈമറി മെമ്മറീസ് ആയിട്ടുള്ള RAM-ഉം ROM-ഉം എല്ലാം ഈ മദർ ബോർഡ് എന്ന് പറയുന്ന സ്ഥലത്ത് PC-ക്കകത്ത് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇതിനെയാണ് നമ്മൾ പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. ഇതുപോലെ സെക്കൻഡറി മെമ്മറി ഉണ്ട്. സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്ക് ഡ്രൈവ് അല്ലെങ്കിൽ ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ്, അതിനുള്ള ഏരിയാസാണ്
അതിനാണ് നമ്മൾ സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. ഡയറക്റ്റ് ആയിട്ട് CPU ആക്സസ് ഉള്ളതിനെയാണ് നമ്മൾ പ്രൈമറി മെമ്മറി എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൽ മെയിനായിട്ട് വരുന്നത് റാമും റോമുമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രൈമറി മെമ്മറി തന്നെ നമ്മൾ റാമും റോമുമായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. റാമിനെ തന്നെ വീണ്ടും നമുക്ക് സ്റ്റാറ്റിക് മെമ്മറി, ഡൈനാമിക് മെമ്മറി എന്ന് രണ്ട് രീതിയിൽ തരംതിരിക്കാം. റോമിനെ തന്നെ PROM പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, EPROM അതായത് ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, EEPROM ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം, അങ്ങനെ പല രീതിയിൽ തിരിക്കും. പിന്നെ സെക്കൻഡറി മെമ്മറി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹാർഡ് ഡിസ്ക്കും അതുപോലെ ഫ്ലോപ്പി ഡിസ്കിലും വരുന്നതാണ് സെക്കൻഡറി മെമ്മറി. ഇതുകൂടാതെ നമുക്ക് കെഷെ മെമ്മറി, രജിസ്റ്റർ മെമ്മറി, അങ്ങനെ പല മിസ്ലീനിയസ് ക്ലാസിഫിക്കേഷൻസും ഉണ്ട്. അതിൽ ബേസിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി. ഡയറക്റ്റ് ആയിട്ട് CPU ആക്സസ് ഉള്ളതാണ് പ്രൈമറി മെമ്മറി. പിന്നെ അല്ലാതെ വരുന്ന ഇതിൻ്റെ കുറേ പോരായ്മകളുണ്ട്, നമുക്ക് സ്പേസിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതിനെയൊക്കെ പരിഹരിക്കാനായിട്ട് ഫർദർ കുറച്ചുകൂടെ സ്പേസ് ഉള്ള ഏരിയയാണ് നമ്മൾ സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് റാമും റോമും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാം. റാം എന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറിനെയാണ് റാം എന്ന് പറയുന്നത്. എന്താണ് ഈ റാൻഡം എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് മെമ്മറീനെ ആക്സസ് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് സീക്വൻഷ്യലായിട്ട് അല്ലെങ്കിൽ ഒരേ ദിശയിലൂടെ തന്നെ പോയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാം, അല്ലെങ്കിൽ റാൻഡമായിട്ട് എവിടെന്നെങ്കിലുമൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാം. അപ്പോൾ നമ്മൾ പഴയ മാഗ്നറ്റിക് ടേപ്സ് ഒക്കെ എടുക്കുവാണെങ്കിൽ, പഴയ ഗ്രാമഫോണൊക്കെ എടുക്കുവാണെങ്കിൽ, അപ്പോൾ അതിലൊരു പാട്ട് ഇടുവാണെങ്കിൽ ഒരു സീക്വൻഷ്യൽ ഓർഡറിലേ നമുക്ക് ആ പാട്ട് കേൾക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമുക്ക് പെട്ടെന്ന് വീണ്ടും കേൾക്കണമെങ്കിൽ അത് വീണ്ടും നമ്മൾ പഴയ പോയിന്റിൽ കൊണ്ട് വെക്കേണ്ടി വരും. അതിനാണ് സീക്വൻഷ്യൽ ആക്സസ് ഓഫ് മെമ്മറി എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ റാമിലാണെങ്കിൽ നമുക്ക് റാൻഡമായിട്ട് ഏത് പോയിന്റിൽ വേണമെങ്കിലും പോയി ആക്സസ് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള മെമ്മറിയാണ് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്. റീഡ് ഓൺലി മെമ്മറി എന്താണ്? ROM എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറിയാണ്. റോം എന്ന് പറയുന്നത് നമുക്കത് വായിക്കാൻ മാത്രം പറ്റുന്ന, റീഡ് ഓൺലി വായിക്കാൻ മാത്രം പറ്റുന്ന മെമ്മറീസിനെയാണ് റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഫർദർ നമുക്ക് അതിനെ എഡിറ്റ് ചെയ്ത് മാറ്റാനോ ചേഞ്ച് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. നമ്മളതിൽ വേറെ ചേഞ്ച് എന്തെങ്കിലും വേണമെങ്കിൽ ആ കംപ്ലീറ്റ് ചിപ്പിനെ തന്നെ മാറ്റിയെടുത്ത് റോം ചിപ്പിനെ തന്നെ മാറ്റി വേറെ ചിപ്പിനെ കൊണ്ട് വെക്കേണ്ടി വരും. അങ്ങനെ അത്തരത്തിലുള്ള റീഡ് ഓൺലി മെമ്മറീസിനെയാണ് റോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത് വോളറ്റാലിറ്റി അല്ലെങ്കിൽ നോൺ വോളറ്റാലിറ്റി. ഇതാണ് ചോദ്യമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. റാം എന്ന് പറയുന്നത് വോളറ്റൈലാണ്. വോളറ്റൈൽ എന്ന് ഉദ്ദേശിക്കുന്നത്, വോളറ്റൈൽ എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നതിനാണ് വോളറ്റൈൽ എന്നൊക്കെ പറയുന്നത്. പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുള്ളതിന് വോളറ്റൈൽ എന്ന ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയേക്കാവുന്നതാണ് വോളറ്റൈൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ റാമിൽ സ്റ്റോർ ചെയ്ത ഒരു ഡേറ്റ നമ്മൾ ഇപ്പോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൊബൈൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റ നഷ്ടപ്പെട്ടു പോകും, പെട്ടെന്ന് അങ്ങ് വോളറ്റൈലായി പോകും, നശിച്ചു പോകും, അല്ലെങ്കിൽ അത് പിന്നെ നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റത്തില്ല. അത്തരത്തിലുള്ള ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നത് റാം മെമ്മറിയിലാണ്. അപ്പോൾ റാം മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത് വോളറ്റൈലാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് അല്ലെങ്കിൽ താഴെ പറയുന്നതിൽ ഏതാണ് വോളറ്റൈൽ മെമ്മറി എന്ന് ചോദിച്ചിട്ട് അതിൽ റാം എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കും കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. അതേപോലെ നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു മെമ്മറിയാണ് റോം എന്ന് പറയുന്നത്. സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞിട്ട് അത് ഓഫായി പോകത്തില്ല, അത് ഇറേസ് ആയി പോകത്തില്ല. അത്തരത്തിലുള്ള മെമ്മറീസ് നോൺ വോളറ്റൈൽ എന്ന് നമുക്ക് പറയാം. റോം അത്തരത്തിലുള്ള ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ റോമിൻ്റെ ഉദാഹരണമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നത് ബയോസ് റോമിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ അത് നമ്മൾ ബയോസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സിസ്റ്റം ഓൺ ചെയ്യുമ്പോഴത്തേനും ആദ്യം നമ്മൾ എഴുതി കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ ബയോസ് പ്ലാറ്റ്ഫോമിൽ വരുന്നതാണ്. അത് ഓൾറെഡി ആ കമ്പനി സെറ്റ് ചെയ്ത് പ്രീമെയ്ഡ് ആയിട്ട് വരുന്നതാണ്. അതിൽ നമുക്ക് ഫർദർ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത്തരത്തിൽ കാര്യങ്ങളാണ് റീഡ് ഓൺലി മെമ്മറിയിൽ വരുന്നത്. അതേസമയത്ത് റാമിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേനും പെട്ടെന്ന് നമ്മൾ ഹാർഡ് ഡിസ്കിലുള്ള മെമ്മറി ഈ റാമിലേക്ക് ട്രാൻസ്ഫർ. ഇപ്പോൾ ഗെയിം കളിക്കുമ്പോഴത്തേനും കുറേ ഡേറ്റ നമ്മൾ പെട്ടെന്ന് റാമിലേക്ക് എടുത്തിട്ട് അവിടെ നമ്മൾ ആ ഒരു വർക്കിംഗ് പ്രോസസ്സ് ചെയ്യുന്നത് ആ റാം മെമ്മറിയിലാണ്. പിന്നീട് അത് നമ്മൾ മതിയാക്കുമ്പോഴത്തേനും ആ മെമ്മറി നമുക്ക് ലോസ്റ്റ് ആവുകയും പിന്നെ ഫർദർ ആ ഡേറ്റ ആ ഹാർഡ് ഡിസ്കിൽ തന്നെ സ്റ്റോർ ആവുകയും ചെയ്യും. അപ്പോൾ ടെമ്പററി ആയിട്ടുള്ള ഒരു മെമ്മറിയാണ് റാം എന്ന് പറയുന്നത്, റാൻഡം ആക്സസ് മെമ്മറി. ടെമ്പററി പർപ്പസിന് വേണ്ടിയിട്ട് പെട്ടെന്ന് അത് ആക്സസ് ചെയ്യും, പിന്നീട് നമ്മൾ ഓഫ് ചെയ്യുമ്പോഴത്തേനും അത് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അതാണ് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്. റാം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് നമ്മൾ DRAM, മറ്റൊന്ന് SRAM. D ഡിനോട്ട് ചെയ്യുന്ന ഡൈനാമിക്കിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, S ഡിനോട്ട് ചെയ്യുന്നത് സ്റ്റാറ്റിക്കിനെയാണ്. ഡൈനാമിക് റാം, സ്റ്റാറ്റിക് റാം. ഇത് സ്റ്റാറ്റിക് റാം എന്ന് പറയുന്നത് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്, കുറച്ചുകൂടെ എഫിഷ്യൻറ്റുമാണ്. ഡൈനാമിക് റാം എന്ന് പറയുന്നത് പീരിയോഡിക് റിഫ്രഷിങ് ആവശ്യമുള്ള മെമ്മറിയാണ്. നമ്മൾ പീരിയോഡിക്കലി റിഫ്രഷ് ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആ മെമ്മറി അങ്ങ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നമുക്ക് ഫർദർ അതിനെ നമുക്ക് റിട്രീവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതേസമയം സ്റ്റാറ്റിക് റാം ആണെങ്കിൽ പീരിയോഡിക് റിഫ്രഷ്മെൻറ്റ് ആവശ്യമില്ല. ഇപ്പോൾ നമ്മളതിൻ്റെ നോക്കുവാണെങ്കിൽ കപ്പാസിറ്ററും ട്രാൻസിസ്റ്ററും രണ്ടും ഉള്ള മെമ്മറി എന്ന് പറയുന്നത് ഡൈനാമിക് റാമാണ്. ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. പിന്നെ സ്റ്റാറ്റിക് റാമിലാണെങ്കിൽ കപ്പാസിറ്റർ ഉണ്ടാകത്തില്ല, ഇതിൽ ട്രാൻസിസ്റ്റർ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. പിന്നെ കഷെ മെമ്മറി എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ കഷെ മെമ്മറി അത് സ്റ്റോർ ചെയ്യപ്പെടുന്നത് നോർമലി സ്റ്റോർ ചെയ്യുന്നത് SRAM-ലാണ്. DRAM-ലും ചിലപ്പോൾ സ്റ്റോർ ചെയ്യാറുണ്ട്, കൂടുതലും SRAM-ലാണ് സ്റ്റോർ ചെയ്യുന്നത്. കഷെ മെമ്മറി എന്താണെന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. കഷെ മെമ്മറി എന്ന് പറയുന്നത് കഷേസ് നമുക്കറിയാം. നമ്മൾ പെട്ടെന്ന് ഇതിലൊരു ഇൻ്റർനെറ്റിൽ സൈറ്റിൽ പോയി കഴിഞ്ഞിട്ട് പിന്നീട് ഒരു സമയത്ത് നമ്മൾ ആക്സസ് ചെയ്യാനായിട്ട് ചെല്ലുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു സൈറ്റ് പെട്ടെന്ന് ഓപ്പൺ ആവും.
ആ ഒരു കെഷെ മെമ്മറിയിൽ അത് സ്റ്റോർ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ആ ഒരു അത് പെട്ടെന്ന് തന്നെ അത് ഫാസ്റ്ററായിട്ട് അതിനെ റിട്രീവ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള മെമ്മറീസ് എല്ലാം സ്റ്റോർ ചെയ്യപ്പെടുന്നത് SRAM-ലാണ് കൂടുതലും. അതിനെയാണ് കെഷെ മെമ്മറീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാസ്റ്റസ്റ്റ് മെമ്മറി എന്ന രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതിൽ ഉത്തരം കെഷെ മെമ്മറിയാണ്. ഇതുപോലെ തന്നെ മറ്റൊരു ടൈപ്പ് ഓഫ് മെമ്മറി ഉണ്ട്, രജിസ്റ്റർ മെമ്മറി. രജിസ്റ്റർ മെമ്മറി എന്ന് പറയുന്നത് നമ്മൾ CPU-ൻ്റെ അകത്ത് തന്നെ അല്ലെങ്കിൽ പ്രൊസസ്സറിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്ന മെമ്മറീസിനാണ് രജിസ്റ്റർ മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് മെമ്മറി എന്ന് പറഞ്ഞിട്ട് രജിസ്റ്റർ മെമ്മറി ഉണ്ടെങ്കിൽ രജിസ്റ്റർ മെമ്മറി ആയിരിക്കും ഏറ്റവും ഫാസ്റ്റസ്റ്റ്. അതിനുശേഷമാണ് കെഷെ മെമ്മറി വരുന്നത്, പിന്നെയാണ് RAM വരുന്നത്, പിന്നെയാണ് ഹാർഡ് ഡിസ്ക് വരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഹൈറാർക്കി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു ചോദ്യം നോക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ ഫാസ്റ്റസ്റ്റ് കമ്പോണൻറ്റ് ഇൻ എ മെമ്മറി കമ്പോണൻറ്റ് ഇൻ എ കമ്പ്യൂട്ടർ? ഇതിൽ ഓപ്ഷൻസ് ഹാർഡ് ഡിസ്ക് ഉണ്ട്, രജിസ്റ്റർ ഉണ്ട്, കെഷെ മെമ്മറി ഉണ്ട്, RAM ഉണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ രജിസ്റ്റർ ആണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് മെമ്മറി എന്ന് പറയുന്നത്. ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ്. രജിസ്റ്റർ മെമ്മറിയെ പറ്റി തന്നെ ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. രജിസ്റ്റർ മെമ്മറി നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇത് ഈ CPU എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ അകത്ത് തന്നെ വരുന്ന ആണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ മെമ്മറി യൂണിറ്റ് ഉണ്ട്, പിന്നെ കൺട്രോളേഴ്സ് ഉണ്ട്. അതുകൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞു ALU കൺട്രോൾ യൂണിറ്റ്, ഇത് രണ്ടുമാണ് മേജർ ഭാഗങ്ങളാണെന്ന് പറഞ്ഞു CPU-യുടെ. ഇത് കൂടാതെ തന്നെ നമുക്ക് രജിസ്റ്റർ മെമ്മറി ഉണ്ട്. രജിസ്റ്റർ മെമ്മറി എന്ന CPU-യുടെ അകത്ത് തന്നെ ഇരിക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ പെട്ടെന്ന് ഡേറ്റ അവർക്ക് റിട്രീവ് ചെയ്യാനും പെട്ടെന്ന് തന്നെ അത് പ്രോസസ്സ് ചെയ്യാനായിട്ട് പറ്റും. അതിനാണ് നമ്മൾ രജിസ്റ്റർ മെമ്മറി എന്ന് പറയുന്നത്. അതേസമയത്ത് നമ്മൾ കെഷെ മെമ്മറി എല്ലാം ഈ മെയിൻ മെമ്മറിയിലാണ് ഇരിക്കുന്നത്. SRAM അല്ലെങ്കിൽ DRAM എന്ന് പറഞ്ഞാൽ അത് മെയിൻ മെമ്മറിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് ഇതിനേക്കാളും കുറച്ചുകൂടെ ഡിലേ ഉണ്ടാവും. ഏറ്റവും ഫാസ്റ്റസ്റ്റ് രജിസ്റ്റർ മെമ്മറിയാണ്. അത് കഴിഞ്ഞിട്ടാണ് കെഷെ മെമ്മറി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് രജിസ്റ്റേഴ്സ് ആണ്. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ദ വെരി ഹൈ സ്പീഡ് സെമി കണ്ടക്ടർ മെമ്മറി വിച്ച് ക്യാൻ സ്പീഡ് അപ്പ് CPU ഈസ്. അപ്പോൾ അതിൽ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ രജിസ്റ്റർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ രജിസ്റ്റർ ഈ ഓപ്ഷനിൽ നമുക്ക് കാണാനില്ല. ഈ ഓപ്ഷനിൽ നോക്കുവാണെങ്കിൽ മെയിൻ മെമ്മറി, കെഷെ മെമ്മറി, പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി, ഈ തരുന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ളത് കെഷെ മെമ്മറിയാണ്. അതുകൊണ്ട് ഇതിൻ്റെ കറക്റ്റ് ഉത്തരം കെഷെ മെമ്മറിയാണ്. ഈ ചോദ്യം പലതവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ഒരു ചോദ്യമാണ്. ഈ വെരി ഹൈ സ്പീഡ് സെമി കണ്ടക്ടർ മെമ്മറി അതിൻ്റെ ഉത്തരമായിട്ട് കെഷെ മെമ്മറി എന്ന് പല ക്വസ്റ്റിനും പല ചോദ്യ പേപ്പറുകളിലും കണ്ടൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെച്ചേക്കുക. അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വോളട്ടൈൽ മെമ്മറി? വോളട്ടൈൽ മെമ്മറി നമ്മൾ നേരത്തെ പറഞ്ഞു, RAM ഒരു വോളട്ടൈൽ ടൈപ്പ് ഓഫ് മെമ്മറിയാണ്. അപ്പോൾ അത് ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ ROM ആണ്, HDD, ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ആണ് HDD, പിന്നെ RAM ഉണ്ട്, പിന്നെ DVD ഉണ്ട്. അപ്പോൾ അത് RAM ഓപ്ഷനിലുണ്ട്, RAM ആണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അതുപോലെ സെക്രട്ടറി റെസിൽ 2018 ചോദിച്ചൊരു ചോദ്യമാണ് ഡാഷ് ഇസ് എ വോളട്ടൈൽ മെമ്മറി എന്ന് പറഞ്ഞിട്ട് SRAM, DRAM, ബോത്ത് A and C, നൺ ഓഫ് ദീസ്. ഇങ്ങനെ 4 ഓപ്ഷനാണ്. നമുക്കറിയാം RAM-ൻ്റെ തന്നെ രണ്ട് ടൈപ്പാണ് ഈ SRAM, DRAM എന്ന് പറയുന്നത്. ഇത് രണ്ടും വോളട്ടൈൽ ടൈപ്പ് ഓഫ് മെമ്മറിയാണ്. അപ്പോൾ എൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ബോത്ത് A and C ആണ്. ഇത് സെക്രട്ടറി റെസിൽ 2018 ചോദിച്ചതാണ്. ഇനി അടുത്ത ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് പറയുന്നത് പ്രോസസ് ഓഫ് ലോഡിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻ ടു എ മെമ്മറി ഓഫ് എ കമ്പ്യൂട്ടർ ഈസ് കോൾഡ്. ലോഡിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് വിൻഡോസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്, ലിനക്സ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. നമ്മൾ ഓരോ സമയം നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോഴും ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രോസസ്സിന് എന്താണ് പറയുന്നത്? അപ്പോൾ ഇതിൽ സോർട്ടിംഗ്, ഡീബഗിങ്, മെർജിങ്, ബൂട്ടിംഗ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ബൂട്ടിംഗ് ആണ്. നമ്മൾ ആ പ്രോസസ്സിനെ ബൂട്ടിംഗ് എന്ന് പറയും. ഇതിൽ സോർട്ടിംഗ് എന്ന് പറയുന്നത് ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതിനാണ് സോർട്ടിംഗ് എന്ന് പറയുന്നത്. ഡീബഗിങ് എന്ന് പറയുന്നത് അതിലുള്ള ബഗ്സിനെ മാറ്റുന്നതാണ് ഡീബഗിങ്. മെർജിങ് എന്ന് പറയുന്നത് പല കമ്പോണൻസിനെ, ഇൻസ്ട്രക്ഷൻസിനെല്ലാം കമ്പൈൻ ചെയ്യുന്നതിനാണ് മെർജിങ് എന്ന് പറയുന്നത്. ബൂട്ടിംഗ് ആണ് ആ ലോഡിംഗ് പ്രോസസ്സിന് നമ്മൾ ബൂട്ടിംഗ് എന്നാണ് പറയുന്നത്. ബൂട്ടിംഗ് തന്നെ 2 ടൈപ്പ് ബൂട്ടിംഗ് ഉണ്ട്. ഒന്ന് നമ്മൾ നോർമൽ പ്രോസസ്സിൽ ബൂട്ട് ചെയ്യുന്ന സമയത്ത് അതിനെ നമ്മൾ ഹാർഡ് ബൂട്ടിംഗ് എന്ന് പറയും. അതേസമയത്ത് നമ്മളിപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോഴും ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിൽ ലോഡാവും. അതിനെ നമ്മൾ സോഫ്റ്റ് ബൂട്ടിംഗ് എന്നാണ് പറയുന്നത്. ആ 2 ടേംസും ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യം നോക്കാം. മെമ്മറി മാനേജ്മെൻറ്റ് ടെക്നിക് ദാറ്റ് യൂസസ് ഹാർഡ് ഡ്രൈവ് സ്പേസ് ആസ് അഡീഷണൽ RAM. വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്, വിർച്വൽ മെമ്മറി, വിർച്വൽ മെഷീൻ, നൺ ഓഫ് ദം. ഇതിൻ്റെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് വിർച്വൽ മെമ്മറിയാണ്. നമ്മൾ RAM-ലുള്ള സ്പേസ് അതിന് പരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ അതിൻ്റെ പെർഫോമൻസ് കൂട്ടാനായിട്ട് നമ്മൾ വിർച്വൽ മെമ്മറി എന്നൊരു രീതിയിൽ ഹാർഡ് ഡിസ്കിലെ സ്പേസ് തന്നെ നമുക്ക് RAM മെമ്മറി പോലെ യൂസ് ചെയ്യുന്ന അതിനുപയോഗിക്കുന്ന ടെക്നിക്കിനെയാണ് വിർച്വൽ മെമ്മറി എന്ന് പറയുന്നത്. അതാണ് ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. മെമ്മറി മാനേജ്മെൻറ്റ് ടെക്നിക് ദാറ്റ് യൂസസ് ഹാർഡ് ഡിസ്ക് സ്പേസ് ആസ് അഡീഷണൽ RAM. ഹാർഡ് ഡിസ്ക് സ്പേസ് ഒത്തിരി ഉണ്ടാവും. അതിന് നമ്മൾ ഈ ടെക്നിക്കിലൂടെ ഈ വിർച്വൽ മെമ്മറി ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ എഫിഷ്യൻ്റായിട്ട് നമുക്ക് RAM സ്പേസിന് നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാനായിട്ട് പറ്റും. ഇതിനെയാണ് വിർച്വൽ മെമ്മറി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സർക്യൂട്ട് ഈസ് യൂസ്ഡ് ആസ് എ മെമ്മറി ഡിവൈസ് ഇൻ കമ്പ്യൂട്ടേഴ്സ്? ഇത് ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യമാണ്. നമ്മളിപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അതിൽ 1-2 ക്വസ്റ്റ്യൻ കുറച്ച് ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും.
അപ്പോൾ അത് കണ്ട് നമ്മൾ പേടിക്കേണ്ട, നമ്മളത് പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ നേരത്തെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഒരു ലക്ക് ഫാക്ടറൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്കത് ക്രാക്ക് ചെയ്യും. അല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മളത് നോക്കണ്ട, അതിനെക്കുറിച്ച് വറിയ ചെയ്യേണ്ട, അതങ്ങ് വിട്ടാൽ മതി. എന്നാലും ഇതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നതാണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സർക്യൂട്ട് ഇസ് യൂസ് ആസ് എ മെമ്മറി ഡിവൈസ് ഇൻ കമ്പ്യൂട്ടർ. മെമ്മറിയായിട്ട് ബന്ധപ്പെട്ട ഒരു പദം എന്ന് പറയുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് ഒരു ബേസിക് മെമ്മറി യൂണിറ്റ് ആണ്. നമ്മുടെ ബോഡിയിലെ സെല്ല് പോലെ തന്നെ നമ്മുടെ ഈ കമ്പ്യൂട്ടറിലെ ഒരു ബിറ്റ് മെമ്മറി, അത് 0s or 1 ആയിട്ടാണ് അത് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ബേസിക് ലോജിക് ഗേറ്റ്സ് ഒക്കെ വെച്ചിട്ട് സർക്യൂട്ടിൽ സ്റ്റോർ ചെയ്യുന്ന 1 ബിറ്റ് മെമ്മറീനെയാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു വെച്ചേക്ക്, ഇത് കിട്ടുവാണെങ്കിൽ നമുക്ക് എഴുതാം. ഇതേപോലെ തന്നെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യം ഉണ്ടാവും, അപ്പോൾ അത് കണ്ട് പേടിക്കാതിരിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. IRAM സ്റ്റാൻഡ്സ് ഫോർ ഇൻഡിപെൻഡൻറ്റ് റാൻഡം ആക്സസ് മെമ്മറി, ഇൻ്റഗ്രേറ്റഡ് റാൻഡം ആക്സസ് മെമ്മറി, ഇൻ്റർഡിപെൻഡൻറ്റ് റാൻഡം ആക്സസ് മെമ്മറി, ഇൻ്റഗ്രേറ്റഡ് റാൻഡം ആക്സസ് മെമ്മറി. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് റാൻഡം ആക്സസ് മെമ്മറി. ഇതാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഇതിൽ റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത് RAM ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിൽ ഇൻ്റർഡിപെൻഡൻ്റ് ആണോ ഇൻ്റഗ്രേറ്റഡ് ആണോ ഇൻ്റർഡിപെൻഡൻ്റ് ആണോ, ഇതിലായിരിക്കും നമുക്ക് വളരെ ക്ലോസ് റേഞ്ചിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ചോദിച്ചിരിക്കുന്നതാണ്. ഇതിൽ ഇൻ്റഗ്രേറ്റഡ് റാൻഡം ആക്സസ് മെമ്മറിയാണ്. ഇൻ്റഗ്രേറ്റഡ് എന്ന് പറയുന്നത് എന്തിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ കൂടിച്ചേരലാണ്. എന്തിൻ്റെ ഇൻ്റഗ്രേഷൻ ആണ് എന്ന് നമ്മൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിലും തെറ്റ് പറ്റത്തില്ല. അപ്പോൾ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് നോർമലി ഉള്ള മെമ്മറി എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ടൊരു മെയിൻ മെമ്മറി ഇരിക്കും, പിന്നെ CPU സെപ്പറേറ്റ് ആയിട്ടിരിക്കും. ഈ CPU കമ്പോണൻറ്റും പ്രൊസസ്സർ കമ്പോണൻറ്റും മെമ്മറി കമ്പോണൻറ്റും കൂടി ചേർത്തിട്ടുള്ള ഒരു ഇൻ്റഗ്രേഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് പുതിയതായിട്ട് വന്ന ഒരു ടെക്നിക്കാണ്, അപ്പോൾ പുതുതായിട്ട് വന്ന ടെക്നോളജിയാണ്. അപ്പോൾ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേന് കുറച്ചുകൂടെ സ്പേസ് ലാഭിക്കാനും കുറച്ചുകൂടെ എഫിഷ്യൻ്റായിട്ട് പ്രവർത്തിക്കാനും ഒക്കെ പറ്റും. അത്തരത്തിലുള്ള മെമ്മറീസിനെയാണ് ഇൻ്റഗ്രേറ്റഡ് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുക, ഇൻ്റഗ്രേറ്റഡ് റാൻഡം ആക്സസ് മെമ്മറി IRA. അടുത്ത ചോദ്യം, DMA റെഫേഴ്സ് ടു ഡയറക്റ്റ് മെമ്മറി അഡീഷൻ, ഡയറക്റ്റ് മെമ്മറി ആക്സസ്, ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ അറേ, ഡയറക്റ്റ് മെമ്മറി ആപ്ലിക്കേഷൻ. DMA എന്ന് പറയുന്നത് ഡയറക്റ്റ് മെമ്മറി ആക്സസ് ആണ്. ഡയറക്റ്റ് മെമ്മറി ആക്സസിനെയാണ് DMA എന്ന് പറയുന്നത്. DMA എന്ന് പറയുന്നത് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു സ്പീഡ് കൂട്ടാനായിട്ട്, മെമ്മറി സ്പീഡ് കൂട്ടാനായിട്ട് വന്ന പുതിയ ടെക്നോളജിയാണ്. ഒരു നോർമൽ മെമ്മറിയുടെ പ്രോസസ്സ് എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മളിപ്പോൾ കീബോർഡിൽ നമ്മൾ എന്തെങ്കിലും എൻ്റർ ചെയ്തു, അപ്പോൾ ആ ഡേറ്റ നേരെ പ്രോസസ്സറിൽ പോകുന്നു, അവിടെ നിന്ന് അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് പിന്നെ മെമ്മറിയിലേക്ക് വരുന്നു, പിന്നീട് അത് തിരിച്ച് ഔട്ട്പുട്ടായിട്ട് വരുന്നു. അപ്പോൾ ഈ DMA എന്ന് പറയുന്ന പ്രോസസ്സ് ഈ ഒരു പാത്ത് വേയിനെ കുറച്ചുകൂടെ ഫാസ്റ്ററാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസമാണ് DMA എന്ന് പറയുന്നത്. ഇപ്പോൾ നോർമൽ പ്രോസസ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ സപ്പോസ് കീബോർഡിൽ നിന്ന് നേരെ പ്രൊസസ്സറിലേക്ക് പോകുന്നു, പ്രൊസസ്സറിൽ നിന്ന് നേരെ നമ്മൾ മെമ്മറിയിലേക്ക് പോകുന്നു, ആ മെമ്മറിയിൽ നിന്ന് നമ്മൾ ഔട്ട്പുട്ട് നമ്മൾ വരുന്നു. ഈ ഒരു പ്രോസസ്സറിൽ ഈ ഒരു ഇതിൽ നമ്മൾ ഈ പ്രൊസസ്സർ എന്ന് പറയുന്നതിനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് കീബോർഡിൽ നിന്ന് മെമ്മറിയിലേക്ക് പോകാനായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ DMA കൺട്രോളറിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോസസ്സറിൽ പോയിട്ട് പിന്നെ മെമ്മറിയിലേക്ക് പോകുന്ന ആ ഒരു ഡിലേനെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു പ്രോസസ്സിന് ഉപയോഗിക്കുന്നതാണ് ഡയറക്റ്റ് മെമ്മറി ആക്സസ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് മെമ്മറി ആക്സസ്, ഡയറക്റ്റായിട്ട് മെമ്മറീനെ ആക്സസ് ചെയ്യുന്ന ഒരു കൺട്രോളറാണ് വരുന്നത്. അപ്പോൾ ഇത് കുറച്ചുകൂടെ സ്പീഡിൽ നമുക്ക് ഫങ്ഷനിങ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ ഇതാണ് DMA എന്ന് ഓർത്തിരിക്കുക, ഡയറക്റ്റ് മെമ്മറി ആക്സസ്. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. രജിസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ചോദ്യമാണ്. യൂണിവേഴ്സിറ്റി ടെസ്റ്റ് 2018 ചോദിച്ചതാണ്. വിച്ച് among the following statements are true about registers inside a CPU? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, രജിസ്റ്റേഴ്സ് ആർ പാർട്ട് ഓഫ് പ്രൈമറി മെമ്മറി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, രജിസ്റ്റേഴ്സ് ആർ വോളട്ടൈൽ. ഇതിൽ ഏതൊക്കെയാണ് ശരി? രണ്ടും ശരിയാണ്, രണ്ടും തെറ്റാണ് എന്നൊക്കെയാണ് ഇതിൻ്റെ ഓപ്ഷൻസ്. ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം, രജിസ്റ്റേഴ്സ് ആർ പാർട്ട് ഓഫ് പ്രൈമറി മെമ്മറി. ഇത് പ്രൈമറി മെമ്മറിയുടെ ഭാഗമാണോ? അപ്പോൾ നമ്മളിതിൽ നോക്കുവാണെങ്കിൽ പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് മെയിൻ മെമ്മറിയാണ് പ്രൈമറി മെമ്മറി എന്നത്. ഇതിൽ രജിസ്റ്റേഴ്സ് വരുന്ന ആക്ച്വലി CPUയുടെ അകത്താണ് രജിസ്റ്റേഴ്സ് വരുന്നത്. അതുകൊണ്ട് രജിസ്റ്റേഴ്സ് ആക്ച്വലി പ്രൈമറി മെമ്മറിയുടെ ഭാഗമല്ല. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് തെറ്റാണ്. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം, രജിസ്റ്റേഴ്സ് ആർ വോളട്ടൈൽ. വോളട്ടൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ രജിസ്റ്റേഴ്സിലുള്ള സാധനം നമുക്ക് നഷ്ടപ്പെടും. ആക്ച്വലി രജിസ്റ്റേഴ്സ് ഒരു വോളട്ടൈൽ ആയിട്ടുള്ള മെമ്മറിയാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് only 2:2 B ഓപ്ഷനാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. ഇനി ഈ മെമ്മറി റിലേറ്റ് ചെയ്ത് ഓർക്കേണ്ട ഇതിൻ്റെ മെമ്മറിയുടെ മെഷർമെൻറ്റ്സിൻ്റെ യൂണിറ്റ് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമുക്ക് ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ ജൂനിയർ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 nibble ഈസ് ഈക്വൽ ടു. നിബിൾ റിലേറ്റഡ് ക്വസ്റ്റ്യന് സ്ഥിരമായിട്ട് പല എക്സാമിനും ചോദിക്കാറുണ്ട്. ഡിഗ്രി ലെവലിലും വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു നിബിൾ എന്ന് പറയുന്നത് 4 ബിറ്റുകൾ ചേർന്നിട്ടാണ് ഒരു നിബിൾ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് പിന്നെ അറിയേണ്ടത് ഒരു ബൈറ്റ് എന്താണെന്ന് അറിയണം. ഒരു ബൈറ്റ് എന്ന് പറയുന്നത് 8 ബിറ്റുകൾ ചേരുന്നതാണ് ഒരു ബൈറ്റ്.
ഒരു നിബിൾ എന്ന് പറയുന്നത് 4 ബിറ്റുകൾ ചേരുന്നതാണ്. ഈ 2 കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കുക. നമ്മൾക്ക് വേണമെങ്കിൽ ഈ വരുന്ന എക്സാമിന് പ്രിലിംസിന് നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതുപോലെ ചോദിച്ച മറ്റൊരു ചോദ്യമാണ് 1 KB മെമ്മറി മീൻസ് 1028 ബൈറ്റ്, 1028 ബിറ്റ്, 1024 ബിറ്റ്, 1024 ബൈറ്റ്. ഇത് 2018 ചോദിച്ചതാണ്. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ 8 ബിറ്റ് എന്ന് പറയുന്നത് 1 ബൈറ്റ് ആണെന്ന് നമുക്കറിയാം. എത്ര ബൈറ്റുകൾ ചേരുമ്പോഴാണ് 1 കിലോ ബൈറ്റ് അഥവാ 1 KB ആവുന്നത്? 1024 ബൈറ്റുകൾ ചേരുമ്പോഴാണ് 1 കിലോ ബൈറ്റ് ആവുന്നത്. അപ്പോൾ 1024 എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇതിൽ ക്വസ്റ്റ്യനിൽ ആൻസറിൽ 1028 എന്ന് പറയുന്നൊരു ഓപ്ഷനും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് 1024 ആണ് എന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഹൈറാർക്കി ഒന്ന് മനസ്സിലാക്കുക. കിലോ ബൈറ്റിന് ശേഷം വരുന്നത് മെഗാബൈറ്റ് ആണ്. 1024 KB ചേരുമ്പോൾ 1 മെഗാബൈറ്റ് ആവും. പിന്നെ മെഗാബൈറ്റിന് ശേഷം വരുന്നത് ഗിഗാബൈറ്റ് ആണ്. ഗിഗാബൈറ്റിന് ശേഷം വരുന്നത് ടെറാബൈറ്റ് ആണ്. ആ ഒരു ഹൈറാർക്കി ഒന്ന് മനസ്സിലാക്കിയിരുന്ന ഇതിൽ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് എഴുതാനായിട്ട് പറ്റും. 8 ബിറ്റാണ് 1 ബൈറ്റ്. അതുപോലെ തന്നെ 1024 ബൈറ്റ് ചേരുമ്പോഴാണ് 1 കിലോ ബൈറ്റ് ആവുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കുക. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുന്ന ഏരിയയിലാണ് പ്രീവിയസ് ഇയർ ആയിട്ട് നമുക്ക് ഡിഗ്രി ലെവലിലൊക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്ര ഏരിയാസ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് എന്തായാലും ഒരു 2 മാർക്കിന് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇതുപോലെ തന്നെ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഏരിയ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഒരു 8 മാർക്ക് 10 ക്വസ്റ്റ്യനിൽ 8 മാർക്ക് എന്തായാലും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഏരിയ. അപ്പോൾ നമ്മൾക്കിത് എന്തായാലും നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക. എന്നാൽ നമുക്ക് 10 മാർക്ക് വേണമെങ്കിൽ സ്കോർ ചെയ്യാം. ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇച്ചിരി ഡീപ്പായിട്ടുള്ള വരും. അത് നമ്മൾ കണ്ടാലും പേടിക്കേണ്ട. അത് നമ്മൾ മിസ് ചെയ്യുന്നത് പൊതുവേ ആർക്കും അത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള കുറച്ച് പേർക്ക് മാത്രമേ ചിലപ്പോൾ അത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ പൊതുവിൽ ചോദിക്കുന്ന പല ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും കമ്പ്യൂട്ടർ ഏരിയയിലും നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. കമ്പ്യൂട്ടറിൽ ഇനി ബാക്കി വരുന്ന പോർഷൻസും നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. ബാക്കി വരുന്ന സോഫ്റ്റ്വെയർ, ഇൻ്റർനെറ്റ്, പിന്നെ IT, ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ ഉടനെ തന്നെ ഇതിൻ്റെ ബാക്കി നമ്മളിന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും പ്രയോജനപ്പെടും. ഇത് നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്ത് റിവൈസ് ചെയ്യാൻ നമുക്ക് എന്തായാലും പ്രയോജനപ്പെടുത്താം. കേസ് റിസൾട്ട് നമ്മൾ 1-2 ആഴ്ചയ്ക്കുള്ളിലാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ നമ്മുടെ ഉദ്യോഗാർത്ഥികൾ തയ്യാറെടുപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വിജ്ഞാപനം വരുന്നു. പ്രിലിമിനറിക്ക് ശേഷമുള്ള 2ാം ഘട്ടം ഡിസ്ക്രിപ്റ്റീവ് ആകാനാണ് സാധ്യത. ഡിസ്ക്രിപ്റ്റീവ് എക്സാംസിനെ നിങ്ങൾ ഭയക്കുന്നുണ്ടോ? ഇത്തരത്തിലുള്ള പരീക്ഷകൾക്ക് ആവശ്യം കൺസെപ്ച്വൽ സ്റ്റഡിയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി KS മെന്റർ ഇത് തന്നെയാണ് നിങ്ങളോട് പറയുന്നത്. കേരള PSCയുടെ മാറുന്ന പരീക്ഷാ രീതികൾക്കനുസരിച്ച് ആദ്യമായി നടത്തിയ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിന് ഏറ്റവും അധികം കുട്ടികളെ പ്രിലിംസ് ജയിപ്പിച്ചതും ഏറ്റവും അധികം കുട്ടികളെ മെയിൻസിന് പരിശീലിപ്പിച്ചതും ഞങ്ങളുടെ സ്ഥാപനമാണ് KS മെന്റർ. KS മെന്ററിലെ വിദ്യാർത്ഥികൾക്ക് ഡിസ്ക്രിപ്റ്റീവ് എക്സാം എന്നത് ഒരു ബാലികേറ മലയൊന്നുമല്ല. നിങ്ങളുടെ സ്വപ്ന ജോലി സ്വന്തമാക്കാൻ പഠന രീതിയിലെ മാറ്റം അനിവാര്യമാണ്. KS മെന്റർ ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ട് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. When KS mentor is with you, success will be yours.